നമ്പർ ആയിക്കണ ഇത് നമ്പർ നമ്മളെ തിരുവങ്ങാടി ആർടിസിക്ക് NOC എടുത്തിട്ടുണ്ട്. നമ്മളെ പേരിൽ തന്നെയാണ്. ഒരാഴ്ചനുള്ളിലായിട്ടാവും. എങ്ങനെയാണ് കാര്യങ്ങളൊന്ന് പ്രേക്ഷകരോട് പറഞ്ഞു കൊടുത്താൽ? ഇത് നമുക്ക് 2013 മോഡലാണ്. V ഓപ്ഷൻ ആണ്. V ആണ്, G4 അല്ല. G4 അല്ല, V ആണ്. പിന്നെ ടയർ കാര്യങ്ങളെല്ലാം ഫിറ്റ് ആണ്. സീറ്റ് കവർ എല്ലാം 7 സീറ്റ് വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടി, ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. അതൊക്കെ മേലെ ഇഷ്ടപ്പെടാതെ ഒരിക്കലും നിൽക്കൂല. അത്രയും ക്വാളിറ്റിയിലാണ് വണ്ടി ഉള്ളത്. വാഹനങ്ങൾ ഇവിടെ നോക്കാൻ വന്നെങ്കിലും എടുത്തിട്ടേ പോവുള്ളൂ. കാരണം അത്രയ്ക്കും കാണാൻ ഭംഗിയുണ്ട്, ക്വാളിറ്റിയിലും 100 മേലെ അല്ല. ഒന്നും നോക്കാനില്ല, കണ്ണ് ചിമ്മിട്ട് എടുക്കാം. ഓക്കെ, വില എങ്ങനെയാ? ഇത് നമുക്ക് പാകത്തിന് കൊടുക്കാം. നമുക്ക് ഇതൊരു 7 ലക്ഷം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. തന്നെ 7 ലക്ഷം രൂപ. കേരള നമ്പറിൽ 2013 അതുമല്ലാതെ ഇതിന്റെ ഒരു മെയിൻ ഗ്ലാസോ ക്വാർട്ടർ ഗ്ലാസോ ഒന്നും റീപ്ലേസ് ഇല്ല. എല്ലാ ഭാഗം ചെക്ക് ചെയ്തിട്ട് നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ, KL14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ ഞാൻ ഇന്നുള്ളത് നമ്മുടെ കൈഫ യൂത്ത് കാർ ഷോറൂമിലാണ്. ഏകദേശം ഒരു 3-4 മാസമായില്ലേ ഞാൻ ഇങ്ങോട്ട് വരാത്തെ? 3 മാസത്തിലധികമായി. ഓക്കെ, ഇവിടെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ലോ ബഡ്ജറ്റ് വാഹനങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്രാവശ്യം ഇന്നോവയും ഉണ്ട്, ഫോർച്യൂണർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഹോണ്ടന്റെ ജാസ് വന്നിട്ടുണ്ട്, പിന്നെ I20 ഉണ്ട്, സ്വിഫ്റ്റ് കാർ ഉണ്ട്, പ്രസ് ഉണ്ട്, അമേസ് ഉണ്ട് അല്ലെ. ഒരുപാട് വാഹനങ്ങൾ കയറിയിട്ടുണ്ട്. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് റാസിഖ് ഭായ് ആണ്. എന്തൊക്കെയുണ്ട്? നല്ല വിഷയം. 3 മാസത്തിലധികമായി. വണ്ടികളൊക്കെ ഏകദേശം പോയില്ലേ? ഇപ്പോ ഇവിടെ ഈ ഭാഗത്തൊക്കെ കാണുന്ന വണ്ടികളൊക്കെ പുതിയത് കയറിയതാണ്. അന്നകത്ത് ആദ്യത്തിലുള്ള ഒന്നും ഉണ്ടാവില്ല, ഒന്നും. ഓക്കെ, ഈക്കോ 2 വന്നിട്ടുണ്ട്. ഈക്കോ 2 ഉണ്ട്. ഈക്കോ 2 ഇപ്പൊ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. ഒന്ന് നമ്മൾ പുറത്ത് ഇറങ്ങാനുണ്ട്. 2020-21 ഒന്ന് ഇപ്പൊ പുറത്ത് പോളിഷ് ചെയ്യുന്നുണ്ട്. ബാക്കി 2.5 റെഡി ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ഈ ഈക്കോ ഒക്കെ ആരെങ്കിലും നിങ്ങളെ ഫാമിലിയിലോ നിങ്ങളെ ഫ്രണ്ട്സോ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്താൽ കേട്ടോ. ഈ സാധനം പിന്നെ അങ്ങനെ കിട്ടൽ കുറവാ. ഈക്കോ നമ്മളെടുത്ത് എപ്പോഴും 2-3 വണ്ടിയൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോ ഇത് എങ്ങനെയാണ് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കണ്ടേ പ്രേക്ഷകർക്ക്? ഇത് ലൊക്കേഷൻ നമ്മൾ തൃശ്ശൂർ കോഴിക്കോട് ഹൈവേയില് കൊളപ്പുറം എത്തുന്നതിന് 1 കിലോമീറ്റർ ഇപ്പം ഇരുമ്പുശോല പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഇപ്പൊ ഹൈവേയിൽ വരുമ്പോ തൃശ്ശൂർ കൊളപ്പുറം ഭാഗത്തുനിന്ന് വരുമ്പോള് കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുമ്പോ നമ്മള് തൃശ്ശൂർ ഹൈവേ അവസാനിക്കുന്നതിന്റെ, അതായത് സർവീസ് റോഡിൽ എക്സിറ്റ് ചെയ്യുന്നതിന് തൊട്ടടുത്ത് തന്നെയാണ് സർവീസ് റോഡിലാണ്. പിന്നെ അതുപോലെ തന്നെ കൊളപ്പുറം എത്തുന്നതിനേക്കാൾ മുമ്പ് 1 കിലോമീറ്റർ പുറം. കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വീഡിയോ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങളെ. അപ്പൊ ഓര് വിളിച്ചോട്ടെ, ലൊക്കേഷൻ അയച്ചു കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾ എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യണ്ട? എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യാം, നമുക്ക് ചെയ്യണ്ടല്ലേ? ഓക്കെ, ഡെലിവറി ചെയ്തോളൂ. ഇനി എവിടെയെങ്കിലും ആരെങ്കിലും വിളിച്ചാൽ ചെയ്ത് കൊടുക്കാം. അവര് അതിനനുസരിച്ചിട്ട് നമ്മള് അങ്ങനെ ചെയ്ത് കൊടുക്കാം. അവരാവശ്യമൊക്കെ. ഓക്കെ, വണ്ടിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞു കൊടുക്കാം. അതായത് ഇപ്പൊ ഡെലിവറി ചെയ്യുമ്പോ എല്ലാം പറഞ്ഞിട്ട് തന്നെ നിങ്ങൾ കൊണ്ടുപോയി മതി. ഓക്കെ, നമുക്ക് ഓരോ വണ്ടികളായിട്ട് കാണിച്ചു കൊടുക്കാം. നമുക്ക് ആദ്യം ഈ ഈക്കോയിൽ തന്നെ തുടങ്ങിയാലോ? ഈക്കോയിൽ തുടങ്ങാം. ബ്ലാക്ക് കാണിച്ചു കൊടുത്താലോ? ബ്ലാക്ക് കാണിക്കാം. ഇത് 2013 വണ്ടിയാണ്. AC ഉള്ള വണ്ടിയാണ്. AC ഉണ്ട്. ഇത് 7 സീറ്റ് ആണ്. ഇപ്പോ 7 സീറ്റ് AC അല്ല? 7 സീറ്റ് AC. നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. 2013 അപേക്ഷിച്ച് നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇൻഷുറൻസ് പുതിയതാണ്, തേർഡ് പാർട്ടി ആണ്, പക്ഷെ പുതിയ ഇൻഷുറൻസ് ആണ്. ഓക്കെ, ഓട്ടോ എത്ര ഉണ്ടാവും? ഇത് 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ് തട്ടുമുട്ടൊന്നുമില്ലല്ലോ? റീപ്ലേസ് തട്ടുമുട്ടൊന്നുമില്ല. ഇത് നമുക്ക് 2,400 രൂപ ആവശ്യപ്പെടുന്നുണ്ട്. AC ഉള്ളത് എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. AC 7 സീറ്റർ വാഹനമാണ്. 2013. ഓക്കെ, 2013. അപ്പൊ ആവശ്യക്കാണെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ. പിന്നെ റെഡ് നമുക്ക് നോക്കാം. ഇത് എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2014-15 രജിസ്ട്രേഷൻ ആണ്. ഓക്കെ, ഇത് നമുക്ക് ഒരു 2.65 ലാസ്റ്റ് കൊടുക്കാം. AC ഉള്ള വണ്ടിയാണ്. ഇതും AC ഉണ്ട്. 7 സീറ്റ് വണ്ടി അല്ല, ഇത് 7 സീറ്റ് അല്ല, ഇത് 5 സീറ്റ്. ഇത് 5 സീറ്റ് ആണ്. ഇത് 5 സീറ്റിൽ AC. ഓക്കെ, 5 സീറ്റ് AC ആണ്. അതെ. വേറെ തട്ടുമുട്ട് പരിക്കൊന്നുമില്ല? തട്ടുമുട്ട് പരിക്കൊന്നും. ഇതിന് മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട്. അത് നമ്മൾ ഇവിടുന്ന് മാറ്റിയതാണ്. ചെറിയ അതിന്റെ ഫോട്ടോസും കാര്യമൊക്കെ കയ്യിലുണ്ടല്ലേ? ചെറിയൊരു വര ഉണ്ടായിട്ട് നമ്മൾ മാറ്റി. വേറെ വണ്ടി തട്ടിയിട്ടൊന്നുമില്ല. ഓക്കെ, വണ്ടി ക്വാളിറ്റി ആണ്, കണ്ടീഷൻ നല്ല വണ്ടിയാണ്. പക്കാണ്. AC എല്ലാം വർക്ക് ചെയ്യാം. എത്ര ചോദിച്ചാൽ? 265. ഇത് 265. ലോൺ കിട്ടുമോ ഇതിനൊക്കെ? രണ്ടിനും ലോൺ കിട്ടും. രണ്ടിനും ലോൺ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ. നല്ല കിണ്ണം കാച്ചിയ ഒറിജിനൽ കേരള ഫോർച്യൂണർ ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ.
എങ്ങനെയാണ് ബ്രോ ഇത്? ഇത് 2012 ടൂ വീൽ ഓട്ടോമാറ്റിക് ഒറിജിനൽ കേരള വണ്ടി ഫോർച്യൂണർ 12 മോഡലാണ് 2 വീൽ ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക്. ഓക്കെ, എത്ര ഓട്ടം ഉണ്ടാവും വണ്ടി? ഇത് 2 ലക്ഷം കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ്. ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവും. ഹിസ്റ്ററി ഒക്കെ ഉള്ള തേർഡ് ഓണർ. മൂന്നാമത്തെ ഓണർ ആണ്. ഹിസ്റ്ററി ഉള്ള ഒരു കമ്പനി സർവീസ് ഉള്ള ഒറിജിനൽ കേരള വണ്ടി 2 വീൽ ഓട്ടോമാറ്റിക്. റീപ്ലേസ് ഒന്നുമില്ല. മെയിൻ ക്ലാസ് മാത്രം റീപ്ലേസ്. മെയിൻ ക്ലാസ് കമ്പനി ഹിസ്റ്ററിയിലാണ്, വേറൊന്നുമില്ല. വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. നല്ല ലെതറിന്റെ ഷീറ്റ് കവർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, മോഡൽ പഴയതാണെങ്കിൽ വണ്ടി നെരിയാണ്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഓക്കെ, എത്ര ലാസ്റ്റ്? ഇത് നമ്മള് 1190 ഫൈനൽ കൊടുക്കാം. 1190 നമ്പറായ വണ്ടിന്റെ വിലക്കാണ് നമ്മൾ ഒറിജിനൽ കേരള വണ്ടി കൊടുക്കുന്നത്. 2 വീൽ ഓട്ടോമാറ്റിക് 2012. നല്ല അടിപൊളി ഫാൻസി നമ്പർ ആണ്. നല്ല ഫാൻസി നമ്പർ. 8555 അല്ലേ? അതെ അതെ. ഓക്കെ, ഒറിജിനൽ കേരള വണ്ടിയാണ് കേട്ടോ. ലോൺ ചെയ്ത് കൊടുക്കാം നമുക്ക്. എങ്ങനെ ലോൺ വേണമെങ്കിൽ ലോണും ചെയ്ത് കൊടുക്കാം. ലോൺ ഫുള്ള് കിട്ടോ? ഫുള്ള് കിട്ടൂല, ഒരു 6-7 റുപ്യ വരെയൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാം. ലോൺ ചെയ്ത് കൊടുക്കല്ലേ? ഒരു 3-4 റുപ്യ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം, എടുക്കാൻ പറ്റുമല്ലേ? ഇവിടെ നല്ല കിണ്ണം പോലത്തെ ഒരു ആൾട്ടോ കാറാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എസിയും പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടിയാണ്. എങ്ങനെയാണ് ഇത് മോഡൽ? ഇത് 2011 വണ്ടിയാണ്. 11 ലാസ്റ്റ് വണ്ടിയാണ്. ഓക്കെ, AC പവർ സ്റ്റിയറിംഗ് എല്ലാം വർക്കിംഗ് ആണ്. ഇത് നമുക്ക് ചെറിയ ഓഫർ പ്രൈസ് നമുക്ക് കൊടുക്കാം. പ്രൈസ് നമുക്ക് അവസാനം പറയാം. വണ്ടിനെ പറ്റിയിട്ട് ഒന്ന് ഫുൾ ഒന്ന് പറഞ്ഞു കൊടുത്താളി. വണ്ടിന്റെ എന്തെങ്കിലും മെക്കാനിക് പരമായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഒന്നുമില്ല അല്ലെ? അത്യാവശ്യം ഓടാനുള്ള ടയർ ഉണ്ട്. ഇതിന്മേലെ ടയർ ഭാഗങ്ങളൊക്കെ ഒക്കെയാണ്. ഇൻഷുറൻസ് ഉണ്ട്. എല്ലാ ഭാഗങ്ങളും ഓക്കെ. എല്ലാ ഭാഗവും ഇതൊന്നുമില്ല. റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു മെയിൻ ക്ലാസ് മാത്രമേ റീപ്ലേസ് ഉള്ളൂ. വേറെ ഒന്നും റീപ്ലേസ്. 2011 മോഡലാണ്. ഇഞ്ചിനൊക്കെ കണ്ടീഷനാണ്. എവിടെയും ഏത് വർഷാപ്പിലും കൊണ്ടുപോയി ചെക്ക് ചെയ്തോട്ടെ. ഒരു പ്രശ്നമില്ല. എത്ര കൊടുക്ക ഇത്? ഇത് നമുക്ക് ലാസ്റ്റ് നമുക്കൊരു 1.25 റുപ്യ ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും ചെറിയ കാര്യം നമുക്ക് കുറച്ചിട്ട് പിന്നെയും കുറച്ച് കൊടുക്കും. 2011 വണ്ടിയാണ് കേട്ടോ. LXi ആണ് ഓപ്ഷൻ വരുന്നത്. 1.25 മൂപ്പര് ചോദിച്ചിട്ടുള്ളത്. പിന്നെ വില താത്തി തരും. ലോൺ കിട്ടും അതിന്? ഇവൻ ലോൺ കിട്ടും. ഒരു 10-25 റുപ്യ കിട്ടും. പിന്നെ ഇവിടെ അടുത്താണെങ്കിൽ ഷോർട്ട് ഫിനാൻസ് കിട്ടും. അല്ലാത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ശ്രീരാമ കെട്ട് കൊടുക്കാം. അതെ. ഓക്കെ, അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടെ. കോഴിക്കോട് അലുവ കസ്റ്റം പോലത്തെ ഒരു ഹുണ്ടായിന്റെ ഐറ്റം ഗ്രാൻഡ്, അതും ഓട്ടോമാറ്റിക് വണ്ടി അല്ല? ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ ആസ്റ്റാണ്. പിന്നെ പുഷ്പ സ്റ്റാർട്ട്, ആൻഡ്രോയിഡ് എല്ലാം വരുന്നത്. ഓക്കെ, ഒരു വണ്ടിക്കുള്ള എല്ലാ സെറ്റപ്പും ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. ഇത് 2015 വണ്ടിയാണ്. ഓക്കെ, ആസ്റ്റ ഐറ്റം ഗ്രാൻഡ് പിന്നെ ഓട്ടോമാറ്റിക് ആണ്. എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? ഇത് 80,000 കിലോമീറ്റർ. 80,000 ഓടിയിട്ടുണ്ട് അല്ലെ? പിന്നെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നല്ല വൃത്തി, നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ഇത് പെട്രോൾ ആണ് വരാം. ഓക്കെ. മെയിനായിട്ട് കളർ കൂടുതൽ ലേഡീസ് ആണ് ഈ കളർ കൂടുതൽ കൊണ്ടുവരുന്നത്. ഓക്കെ, ലേഡീസ് പർപ്പസിനൊക്കെ പറ്റിയൊരു അല്ല, ഈ കളർ കുഴപ്പമൊന്നുമില്ല. ഇത് പിന്നെ ആൾക്കാർ വരുന്നില്ല. കൂടുതൽ ലേഡീസ് ആണ് വേഗം വരുന്നത്. ഈ കളർ ചോദിച്ചു വരുന്നത്. പക്ഷെ ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല കളറുമാണ്. നല്ല എൻക്വയറി. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 3.25 രൂപ കൊടുക്കാം. 3.65 നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാം. 3.65 ഫുൾ ഓപ്ഷൻ. ഇതുമാണെങ്കിൽ ഇതിന് 3 റുപ്യ ഫിനാൻസ് ചെയ്തോ. ഫിനാൻസും കൊടുക്കാം. 3.65 ഫിനാൻസ്. 3 റുപ്യ കയറും കേട്ടോ. 25 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു ഹോണ്ടന്റെ അമേസ് ആണ് നിങ്ങളെ കാണിക്കുന്നത്. എങ്ങനെയാണ് ഇത് മോഡൽ? ഇത് 2018 വി ഓപ്ഷൻ വരുന്ന വണ്ടിയാണ്. ഓക്കെ, ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. ബട്ടൺ സ്റ്റാർട്ട് അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. ഇത് സിംഗിൾ ഓണർ വണ്ടി. പിന്നെ 4 പുതിയ ടയർ. ഓക്കെ, എല്ലാം ഉള്ള ഫുൾ കണ്ടീഷൻ വണ്ടിയാണ്. ഫുൾ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ എടുക്കുന്ന നല്ല ക്വാളിറ്റി വണ്ടി. നല്ല രീതിയിൽ കൊണ്ട് നടക്കുന്ന ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഹൈ ക്വാളിറ്റി അതൊക്കെ മേലെന്നും പറയാലോ. അതെ. പിന്നെ ഇത് നമുക്ക് ഒരു ഡീസലാണ്. നല്ല മൈലേജും കിട്ടും. 25 എന്തായാലും ലോങ് ഡ്രൈവ് ആണെങ്കിൽ കിട്ടും. അതെ. ഇത് നമുക്ക് ലാസ്റ്റ് ഒരു 6.25 റുപ്യക്ക് നമുക്ക് കൊടുക്കാം. 6.25 ഫുള്ള് ലോണിൽ കൊടുക്കാം. ഇത് ഫുള്ള് ലോണും കൊടുക്കാം തന്നെ. ഇത് ഫുള്ള് ലോൺ കൊടുക്കാം. ഓക്കെ, 1 രൂപ ഇല്ലാതെ വണ്ടി നിങ്ങൾക്ക് ലോൺ എടുക്കാം. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടോ. ഇവിടെ ഒരു സ്വിഫ്റ്റ് കാർ ഡീസൽ വണ്ടിയാണ് നിങ്ങളെ കാണിക്കുന്നത്. എങ്ങനെയാണ് ഇത് മോഡൽ? ഇത് 2013 വണ്ടിയാണ്. 13 ഡീസൽ. 13 ഡീസൽ സെക്കൻഡ് ഓണർ വണ്ടിയാണ്. നല്ല ക്വാളിറ്റി VDI വണ്ടിയാണ്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. 1,10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 4 ടയർ പുതിയതാണ്. 4 പുത്തൻ ടയറാണ്. എക്സ്ട്രാ ഇതിന് നമ്മൾ സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേമാതിരി സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ സീറ്റ് കവർ ഇല്ല. വണ്ടി റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒന്നും റീപ്ലേസ്മെന്റ് ഇല്ല. ഒരു സാധനം മാറിയിട്ടില്ല. നല്ല കമ്പനിയിൽ നിന്ന് വന്ന പോലെ തന്നെയാണ്. നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഉള്ളത്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. 2013 1,10,000 കിലോമീറ്റർ ഓടി കുറവുണ്ടായിരുന്നു. ജെന്യൂൻ കിലോമീറ്റർ. ഓക്കെ, ഇത് എത്ര നിങ്ങൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് 3.5 റുപ്യ.
3.5 ചോദിക്കുന്നുണ്ട്. 3.45 നമുക്ക് ഫൈനൽ കൊടുക്കാം. 3.45 ഫൈനൽ കൊടുക്കാം. 2013 ഇത് മിയ വണ്ടി. നല്ല വണ്ടി, നല്ല ക്വാളിറ്റി വണ്ടി. ഓക്കെ, ഇപ്പൊ ഞാൻ എടുക്കുകയാണെങ്കിൽ ക്വാളിറ്റി എവിടെ നിങ്ങൾ ആരെടുക്കുകയാണെങ്കിലും നമുക്ക് അത്രയും ക്വാളിറ്റി കൊടുക്കാം. ഓക്കെ, ഈ വണ്ടിക്ക് നല്ല അഭിപ്രായമാണ് മൂപ്പര് പറയുന്നുള്ളത്. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ. നല്ല മിയ വണ്ടിയാണ്. പിന്നെ ഇവിടെ ഒരു i20 ഡീസൽ. ഇത് 2014 മോഡല്, 15 രജിസ്ട്രേഷന്, 15 മൂന്നാം മാസം വണ്ടിയാണ്. ആസ്റ്റ ഓപ്ഷൻ വണ്ടിയാണ്. ഏറ്റവും ഫുൾ ലോഡ് ഫുൾ ലോഡ് വണ്ടി ഡീസലാണ്. ഡീസൽ ഓട്ടോ എത്ര ഉണ്ടാവും? ഇത് 1.40 ഓടിയിട്ടുണ്ട്. 1.40 ഓടിയിട്ടുണ്ട്. 4 പുതിയ ടയറാണ്. ഓക്കെ, പിന്നെ ഇൻഷുറൻസ് അലോയ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ കമ്പനി വരുന്നത്. ആസ്റ്റ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, പിന്നെ ഒക്കെ ഉണ്ട്. ഓക്കെ, എല്ലാ സെറ്റപ്പും ഉള്ളത്. എല്ലാം ഉണ്ട്. നല്ല അടിപൊളി ഫാൻസി നമ്പറാ വരുന്നത്. 5323. അതെ, ഓക്കെ. ഇത് സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒറിജിനൽ കേരള വണ്ടിയാണ്. വേറെ അപാകതയില്ല. ഒന്നുമില്ല, അപാകതകളൊന്നുമില്ല. ഓക്കെ, എത്ര കൊടുക്കരുത്? ഇത് നമുക്ക് 4.25 രൂപ കൊടുക്കും. 4.65 നമുക്ക് ഫൈനൽ കൊടുക്കാം. ഫൈനൽ കൊടുക്കല. ലോൺ എത്ര കിട്ടും? ഇതിന്മേൽ 4 രൂപ വരെ ഫിനാൻസ് കിട്ടും അല്ലെ? നല്ലൊരു കിഡിലൻ ഇറ്റിയോസ് ആണ് നിങ്ങളെ കാണിക്കുന്നത്. നല്ല ബൂട്ട് സ്പേസ്, മെയിന്റനൻസ് കമ്മിയുള്ള ഒരു വാനാണ് അല്ലെ? ടൊയോറ്റന്റെ ഇറ്റിയോസ്. ടൊയോറ്റന്റെ ടേസ്റ്റുള്ള ആൾക്ക് പിന്നെ ഇതിനെ കുറിച്ച് ഇപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് 2011 മോഡല്. 11 മോഡൽ കുറഞ്ഞൊരു വാനല്ല. 11 ലാസ്റ്റ് വണ്ടിയാണ്. ഇത് ആകെ സെക്കൻഡ് ഓണർ ആയിട്ടുള്ളത്. നമ്മൾ ഒരാളെ തന്നെ അവിടുന്ന് പോയി കൊണ്ടുവന്ന് ആള് ഒരു 9 വർഷമായിട്ട് ഉപയോഗിച്ച വണ്ടിയാണ്. നമ്മളൊരു പുതിയ വണ്ടി വേറെ കൊടുത്തപ്പോള്, അപ്പൊ ഇത് എക്സ്ചേഞ്ചിന് കൊടുത്തതാണ്. ഇത് പുതിയ മോഡലൊക്കെ ആക്കിയിട്ടുണ്ട്. പുതിയ മോഡലൊക്കെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഒന്നും റീപ്ലേസ് ചെയ്ത ബമ്പർ ഇതൊക്കെ പിന്നെ പുതിയ മോഡലാക്കാം. പുതിയ മോഡലാക്കുമ്പോൾ ബമ്പർ മാറ്റും. അതെ, വേറെ കുഴപ്പമില്ല. ഒന്നും കുഴപ്പമില്ല. കണ്ടീഷനെല്ലാം ഓക്കെ. കണ്ടീഷൻ നല്ല കണ്ടീഷൻ ഉണ്ട്. എത്ര മോഡൽ നിങ്ങൾ പറഞ്ഞത്? 11 മോഡൽ. എത്ര ചോദ്യം? ഇത് നമുക്ക് 2.65 കൊടുക്കാം. 2.65 ഒരു ഡീസൽ വണ്ടി അല്ല? ജി ഡി ആണ് ഓപ്ഷൻ വരുന്നത്. അപ്പോ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോ. വണ്ടി മെക്കാനിക്കൊക്കെ ഫിറ്റ് ആണ്. എല്ലാ ഭാഗം നോക്കുകയാണെങ്കിൽ ഫിറ്റ് ആണ്. ഓക്കെ, നല്ല കിണ്ണം കാച്ചിയ ബ്രഷ, അതും ഡീസൽ വണ്ടി. എങ്ങനെയാണ് ഇത് മോഡൽ? ഇത് 2018 മോഡല് ZD പ്ലസ്, ഏറ്റവും ഫുൾ ഓപ്ഷൻ വരുന്നത്. ZD പ്ലസ് ഏറ്റവും ടോപ്പ്. ഓക്കെ, 2018 മോഡല്. ഇതിന് ഒരു ഡോർ റീപ്ലേസ് ഉണ്ട്. മേജറാ മൈനറാ? മൈനർ ഡോറിലോ, ബാക്കിലൊരു ഡോർ മാത്രം റീപ്ലേസ്. അതിന്റെ ഗ്ലാസും കാര്യമൊന്നും മാറിയിട്ടില്ല. ഒന്നും മാറിയില്ല. മെയിൻ ഗ്ലാസും ഡോറിന്റെ ഗ്ലാസും ഒന്നും മാറിയില്ല. ഡോറിന്റെ ഗ്ലാസ് ഒന്നും മാറിയില്ല. ഡോർ മാത്രം മാറിയില്ല. അത് മൈനറായിട്ട് മാറിയതാണ്. വേറെ മേജർ തട്ടുമുട്ട് പേർക്കൊന്നുമില്ല. തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. ഇത് ഓട്ടൊക്കെ എങ്ങനെ ഉണ്ടാവും? ഇത് 1,10,000 കിലോമീറ്റർ ഓടി. 1.10 ഓടി. ഹിസ്റ്ററി ഉണ്ട്. കിലോമീറ്റർ ഹിസ്റ്ററി ആണ്. അതെ. ഓക്കെ, അലോയ്സ് കാര്യങ്ങൾ പുഷ് ബട്ടൺ സ്റ്റാർട്ടിൽ വരുന്നത് അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. ഇതിന് ഫുൾ ഓപ്ഷൻ ഇല്ല. അതെ, ബാക്ക് വൈപ്പർ എല്ലാ സെറ്റപ്പ് ഉള്ള ഒരു വാഹനമാണ്. എത്ര കൊടുക്കത്? ഇത് നമുക്ക് 6.25 രൂപ കൊടുക്കാം. 6.25 കൊടുക്കാം. 6.75 നമുക്ക് കൊടുക്കാം. ഇത് 2018 ഒറിജിനൽ കേരള വണ്ടി അല്ലേ? ഒറിജിനൽ കേരള വണ്ടി തന്നെ. 2018 മോഡൽ ZD പ്ലസ് ഏറ്റവും ടോപ്പ്. 6.25 മൂപ്പര് ചോദിച്ചിട്ടുള്ളത്. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് ബുക്ക് ആയിക്കോട്ടോ. സിൽക്കി ഗോൾഡൻ കളറിൽ വന്നിട്ടുള്ള ഒരു ഇന്നോവ കാറാണ്. നമ്പർ ആയിക്കണ ഇത്? നമ്പർ നമ്മൾ തിരുവങ്ങാടി RTOക്ക് NOC എടുത്തിട്ടുണ്ട്. ഒരാഴ്ചനുള്ളിലായിട്ടാവും. എങ്ങനെയാണ് കാര്യങ്ങൾ ഒന്ന് പ്രേക്ഷകരോട് പറഞ്ഞു കൊടുത്താൽ? ഇത് നമുക്ക് 2013 മോഡലാണ്. വി ഓപ്ഷൻ ആണ്. വി ആണ്, G4 അല്ല, വി ആണ്. പിന്നെ ടയർ കാര്യങ്ങളെല്ലാം ഫിറ്റ് ആണ്. സീറ്റ് കവർ എല്ലാം 7 സീറ്റ് വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടി, ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. അതൊക്കെ മേലെ ഇഷ്ടപ്പെടാതെ ഒരിക്കലും നിൽക്കൂല. അത്രയും ക്വാളിറ്റിയിലാണ് വണ്ടി ഉള്ളത്. വാഹനങ്ങൾ ഇവിടെ നോക്കാൻ വന്നെങ്കിലും എടുത്തിട്ടേ പോവുള്ളൂ. കാരണം അത്രയ്ക്കും കാണാൻ ഭംഗിയുണ്ട്. ക്വാളിറ്റിയിലും 100 മേലെ അല്ല? ഒന്നും നോക്കാനില്ല. കണ്ണ് ചിമ്മിട്ട് എടുക്കാം. ഓക്കെ, വില എങ്ങനെയാ? ഇത് നമുക്ക് പാകത്തിന് കൊടുക്കാം. നമുക്ക് ഇതൊരു 7 ലക്ഷം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. തന്നെ 7 ലക്ഷം രൂപ. കേരള നമ്പറില് 2013 അതുമല്ലാതെ ഇതിന്റെ ഒരു മെയിൻ ഗ്ലാസോ ക്വാർട്ടർ ഗ്ലാസോ ഒന്നും റീപ്ലേസ് ഇല്ല. എല്ലാ ഭാഗം ചെക്ക് ചെയ്തിട്ട് നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ, 25 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു ഡീസൽ വണ്ടിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഹോണ്ടന്റെ ജാസ്. ഇത് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ? ഇത് 2016 വണ്ടിയാണ്. സെക്കൻഡ് ഓണർ. വി ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. ഈ ഓപ്ഷൻ നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഒന്നും റീപ്ലേസ്. ഒറിജിനൽ കേരള അല്ല? ഒറിജിനൽ കേരള. നല്ല കമ്പനി
സർവീസ് എടുക്കണ സെക്കൻഡ് ഓണർ വണ്ടി. ഓക്കെ, ഓട്ടോ ഒക്കെ എത്ര ഉണ്ടാവും? ഇത് 1.30 സംതിങ് ഓടിയിട്ടുണ്ട്. ഓക്കെ, ഡീസൽ വണ്ടിയല്ലേ, ഓട്ടോ ഓടാതിരിക്കൂല. നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. പിന്നെ മൈലേജ് കൂടുതലുണ്ടെങ്കിൽ സീറ്റിൽ നിന്ന് എണിക്കൂല ആൾക്കാർ. എല്ലാവരും മൈലേജ് കൂടുതലുള്ള വണ്ടിയാണ് എല്ലാവരും നോക്കുന്നത്. അതെ, അപ്പൊ ഇത് ഡീസലാണ്. 25 കിലോമീറ്റർ മൈലേജ് ഉണ്ട്. വണ്ടി റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, തട്ടുമുട്ട് പെരക്കൊന്നുമില്ല. എത്ര കൊടുക്കത്? ഇത് നമുക്കൊരു 4.25 രൂപ കൊടുക്കും. 4.25 കൊടുക്കാം. 2016 വണ്ടി, 16 വി ഓപ്ഷൻ വണ്ടി. ലോൺ എത്ര കിട്ടും? ഇതുപോലെ ഒരു 4-4.5 രൂപ വരെ ലോൺ കിട്ടും. ലോൺ കിട്ടുമല്ലേ? 10 രൂപ ഉണ്ടെങ്കിൽ ലോൺ ഏകദേശം ഫുൾ ലോണിന് കിട്ടും. നല്ല ട്രാക്കുള്ള ആളാണെങ്കിൽ ഫുൾ ലോൺ കിട്ടും. ഓക്കെ, ഒറിജിനൽ കേരള വണ്ടി കേട്ടോ. ആവശ്യമാണെങ്കിൽ വന്ന് നോക്കിക്കോ. മോഡൽ ഇത് 2013 വണ്ടിയാണ്. ഇത് സെക്കൻഡ് ഓണർ ആണ്. നല്ല നല്ല കണ്ടീഷൻ വണ്ടി, നല്ല ടയറും കാര്യം അലൈവില് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. ഓക്കെ, ഇത് നമുക്ക് 3.30 കൊടുക്കാം. 3 ഇതുപോലെ ഒരു 2.25 രൂപ ഫിനാൻസ് കൊടുക്കാം. ഫിനാൻസ് കൊടുക്കാം. 2.25 രൂപ ഫിനാൻസ് കൊടുക്കും. ഒരു 50 രൂപ താഴെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് കൊണ്ടുപോകാം. ഇത് 85 ഇത് 110 അല്ല. 110. ഓക്കെ, മെക്കാനിക് എന്ത് പാട്? മെക്കാനിക്കലും ഇഞ്ചനും ഒക്കെ ഫുൾ ഫിറ്റ് വണ്ടിയാ, നല്ല കണ്ടീഷൻ വണ്ടിയാ. എവിടെയും കൊണ്ടുപോയി ചെക്ക് ചെയ്തോട്ടെ, നമുക്ക് ഒരു കുഴപ്പമില്ല, എവിടെയും കൊണ്ടുപോയി ചെക്ക് ചെയ്തോട്ടെ. ഓക്കെ, അപ്പോ വില കുറച്ച് കൊടുക്കൂലേ? നോക്ക, എന്തെങ്കിലുമൊക്കെ കസ്റ്റമർ വരുമ്പോ എന്തായാലും നമ്മൾ ചെറിയ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. കസ്റ്റമർ വന്ന് നോക്കട്ടെ. ഓക്കെ, നല്ലൊരു അടിപൊളി ഇന്നോവ കാറാണ് നിങ്ങളെ കാണിക്കുന്നത്. നമ്പർ ആക്കിയിട്ട് തരും കേട്ടോ ഈ വണ്ടി. ഇത് എങ്ങനെയാണ്? ഇത് 2013 വണ്ടിയാണ്. ഓക്കെ, ഇത് ഫുൾ ഓപ്ഷൻ വരുന്നത് വി ഓപ്ഷൻ. വി ആണ് ഓപ്ഷൻ വരുന്നത്. വി ആണ്, 7 സീറ്റ് ആണ്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ബോഡിയും എല്ലാ ഭാഗവും നല്ല ഫുൾ കണ്ടീഷൻ വണ്ടിയാണ്. ടൈപ്പ് 4 2013 വരുന്ന ടൈപ്പ് 4 വരുന്ന വണ്ടിയാണ്. ഓക്കെ, ഇത് നമുക്ക് നമ്പറിൽ ഇവിടെ നമ്മളിവിടെ തിരുവങ്ങാട് ആർട്ട് ഓഫീസിൽ നമ്പർ ആക്കിയിട്ട് ഇനി അതല്ല ഓരോ ആരെങ്കിലും കസ്റ്റമേഴ്സ് ഓരോ പേർക്കാണെങ്കിൽ ഓരോ പേർക്ക് NOC എടുത്തിട്ട് കൊടുക്കാം. NOC നമ്മൾ 5000 രൂപ ചോദിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റി പറ്റി നിങ്ങൾ ചോദിക്കുന്നത്. നമ്പർ ആക്കാൻ പറ്റുമോ? എവിടെയാണെങ്കിലും നമ്പർ ആക്കാം. ചിലപ്പോൾ നമ്മള് അടുത്ത ആഴ്ചയിൽ ചിലപ്പോൾ നമ്മളെ പേര് തന്നെ നമ്പർ ആക്കി കൊടുക്കും. നിങ്ങളെ പേരിൽ തന്നെ നമ്പർ ആക്കും. വിളിക്കുകയാണെങ്കിൽ അതെ അതെ അതെ. അല്ല, ഇപ്പൊ ഒരു കാസർഗോട്ട് ഒരാൾ എടുക്കുകയാണെങ്കിൽ KL14 മാറ്റാൻ പറ്റുമോ? അപ്പോ NOC എടുക്കുന്നതിന് മുന്നേ ആണെന്നുണ്ടെങ്കിൽ അവരെ പേർക്കായി കൊടുക്കാം തന്നെ. അതെ, ഓക്കെ. വണ്ടി നല്ല കാണാൻ നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഗ്രേ കളറിലാണ് വണ്ടി വരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ്. ഇത് 2013 ഈ ടൈപ്പ് 4 ഇതിൽ തന്നെ കമ്പനിയിൽ നിന്ന് തന്നെ വന്നതല്ലേ? അതെ, ടൈപ്പ് 4 2013 കമ്പനിയിൽ നിന്ന് തന്നെ വന്നതാണ്. പിന്നെ വേറെ റീപ്ലേസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെന്റ് വേറെ ഒന്നുമില്ല. ഓക്കെ, അത് പുറത്തുനിന്ന് വരുന്ന വണ്ടികളൊക്കെ കൂടുതലും മെയിൻ ഗ്ലാസ് ആണ്. വേറെ ഒന്നും റീപ്ലേസ് ഇല്ല. ഓക്കെ, അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടെ. ഒറിജിനൽ കേരള ഇറ്റിയോസ് ആണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. ബോസ്, ഇത് എങ്ങനെയാണ് മോഡൽ കാര്യങ്ങൾ? 2011 പെട്രോൾ വണ്ടിയാണ്. 11 മോഡലാണ്. 2011 പെട്രോൾ ആണ്. ഓക്കെ, എങ്ങനെയാണ് കാര്യങ്ങൾ? 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. തേർഡ് ഓണർ ആണ്. ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. നല്ല ക്വാളിറ്റി വണ്ടിയല്ലേ? നല്ല ക്വാളിറ്റി വണ്ടിയാണ്. പിന്നെ വി ഓപ്ഷൻ ആണ്. അലൈവില് എയർ ബാഗ് കാര്യങ്ങളെല്ലാം ഓപ്ഷൻ പെട്രോളിൽ വി ആണ്. പെട്രോളിൽ വി ആണ്. ഓക്കെ, അലോയ്സ് ഇതിൽ കമ്പനി വരുന്ന അലോയ്സ് ആണ്. ഉള്ളില് നല്ല ക്വാളിറ്റി സീറ്റ് കാണാൻ വൃത്തിയുണ്ടല്ലോ. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. AC പവർ സ്റ്റാറിംഗ് പവറിന്റെ എല്ലാം വർക്കിംഗ് ആണ്. എല്ലാ കണ്ടീഷനാണ്. നിലവിൽ വർക്കൊന്നും ചെയ്യാനില്ല. ഇപ്പൊ പെൻഡിങ് ഒന്നുമില്ല. എത്ര കൊടുക്കുക? ഇത് നമുക്ക് ലാസ്റ്റ് ഒരു 2.60 കൊടുക്കാം. 2.60 കൊടുക്കാം. 2.60 നെഗോഷ്യബിൾ അല്ലേ? എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റി മറിച്ച് കൊടുക്കാൻ പറ്റും. ഓക്കെ, ലോൺ കിട്ടുമോ ഇതിന്? ഇതിന് ഒരു 1.5-1.25 ലോൺ ചെയ്തു. ലോൺ ചെയ്യാൻ പറ്റൂല. മൈലേജ് എത്ര കിട്ടും ഇതില് പെട്രോളിൽ? ഒരു 15-16 അത്ര കിട്ടൂല്ലേ? 15 കിലോമീറ്റർ എന്തായാലും കിട്ടൂലേ? ഓക്കെ, അപ്പൊ ഒരു ചെറിയ പൈസന്റെ നാനോ കാർ കൂടി കാണിച്ചിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇവിടെ കാണിച്ച ഏതെങ്കിലും വാഹനങ്ങൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ലൊക്കേഷനൊക്കെ അറിയാൻ വീഡിയോയിൽ മൂപ്പര് നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 3 നമ്പർ കൊടുത്തിട്ടുണ്ട്. ഏത് നമ്പറിൽ വിളിച്ചാലും ഇവർ കിട്ടും. ഈ വാട്സപ്പ് ഒക്കെ അതിൽ ഉണ്ടാവില്ല. ഫോട്ടോസ് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മൂപ്പര് ഒന്ന് വിളിച്ചാൽ മതി. ഓക്കെ, പിന്നെ ഇതിന്റെ എങ്ങനെയാണ് ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു കൊടുക്കും? ഇത് 2014 മോഡല് 15 രജിസ്ട്രേഷന്. ഓക്കെ, സിംഗിൾ ഓണർ വണ്ടിയാണ്. ഞാൻ AC പവർ സ്റ്റാറിംഗ് ഒക്കെ പവർ വിൻഡോ ഒക്കെ ഉള്ളതാണ്. ഡിക്ക് തുറക്കുന്നതല്ല, ഡിക്ക് തുറക്കാത്താണ്. ഓക്കെ, പിന്നെ ഇത് നമുക്കൊരു 85 രൂപ കൊടുക്കാം. 85,000 രൂപ കൊടുക്കാം. ഓക്കെ, അപ്പൊ ലോണും കാര്യമൊന്നും കിട്ടൂല. നാളായതുകൊണ്ട് ചെറിയ പൈസ വണ്ടിയാണ്. ഓക്കെ, അപ്പൊ ആവശ്യക്കാർ വന്ന് നോക്കോട്ടോ.